അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രേക്ഷകരെ, ബദർ യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ 12ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ റാവി മുറിഞ്ഞു പോയത് കാരണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും എവിടെയാണ് നമ്മൾ കഥ വച്ചത് എന്ന് മാപ്പിളക്കവി പറയുന്നു. കുറൈസലാസമിയത്തിലകത്ത് മരുവലറുള്ളുമെ പരികളലാത്ത് പറവതിനില്ലവയവരിൽ മടുത്ത് കോടൂല്ലാപമാന ചുരുതി പോമോ. അതെ, അത് മറ്റൊന്നുമായിരുന്നില്ല, സഹാബത്തിൻ്റെ ശക്തമായ പോരാട്ടം. കൂട്ടപ്പട നടക്കുകയാണ് ബദറിൽ. അങ്ങനെ പടക്കളത്തിൽ നിന്ന് മെല്ലെ സഹാബത്തിൻ്റെ പോരാട്ടം രൂക്ഷമായപ്പോൾ സ്ഥലം വിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അബൂജഹലും സൈന്യവും. അങ്ങനെ അവർ പിന്തിരിയാതിരിക്കാൻ വേണ്ടി സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന രാജാവിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഇബ്ലീസുൽ ലഈൻ അതാ അബൂജഹലിൻ്റെ കയ്യും പിടിച്ച് പടക്കളത്തിലൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇബ്ലീസ് ഇപ്പോൾ സഹായിക്കാൻ വരുമോ? ഇബ്ലീസ് എല്ലാവരെയും സഹായിക്കും, നമ്മളെ മാത്രമല്ല എല്ലാവരെയും സഹായിക്കുന്ന ആളാണ് ഇബ്ലീസ്. പണ്ട് ബനു ഇസ്രായേലിൽ ഒരു ആബിദായ മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ആ ആബിദായിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനിക്ക് ഇബാദത്തെടുത്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന മഹാൻ വ്യക്തിത്വമായിരുന്നു. വയസ്സായ ഒരാളാണ്. അപ്പോൾ വയസ്സായ ആളാന്ന് മാത്രമല്ല, അദ്ദേഹം എല്ലാ സുബഹി നിസ്കാരത്തിനും പള്ളിയിലേക്ക് പോകും. അന്ന് റോഡുകളില്ല, വഴികളില്ല, ശരിയായ വഴികളില്ല. കുണ്ടും തോടും കുജ്ജൊക്കെ ആയിട്ട് കുഴിയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളുമാണ്. അങ്ങനെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി മനുഷ്യൻ പള്ളിയിലേക്ക് പോകുന്ന സമയമതാ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഊന്നുവടിയും അതുപോലെ തന്നെ ഒരു പെട്രോൾ മാക്സ് അല്ല, ചെറിയ കമ്പ്രാന്തൽ, പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞ കമ്പ്രാന്തൽ, കണ്ണ് കാണാൻ വേണ്ടി ഒരു വെളിച്ചം, അതും പിടിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ പോവുകയാണ്. വയസ്സായ മനുഷ്യനല്ലേ. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ കോരിച്ചൊരിയുന്ന മഴയും ആകെ പ്രശ്നം. പള്ളിയാണെങ്കിൽ ഇന്നത്തെ പോലെ ചാണലും മുളത്തിലും പള്ളിയുള്ള കാലമല്ല. ഇവിടെ ഒരു പള്ളി ഉണ്ടെങ്കിൽ പിന്നെ 4 കിലോമീറ്റർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെ പള്ളി ഉണ്ടാകുക. അങ്ങനത്തെ പള്ളി അങ്ങനത്തെ കാലം. അപ്പോൾ ഇയാളിങ്ങനെ പോണ സമയത്താണ് ഒന്ന് വീഴാൻ പോയി ശരിക്കും വീണു. അപ്പോൾ അവിടുന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആര്? നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ, നല്ല വെള്ളത്തെ കമീസൊക്കെ ഇട്ടിട്ട് തലപ്പാവൊക്കെ ധരിച്ച് കയ്യിലൊരു തസ്ബീമാലൊക്കെ പിടിച്ചിട്ട് ഒരാൾ ആ സമയത്ത് അവിടെ വരികയാണ്. അപ്പോൾ അയാളെ പിടിച്ച് നീപ്പിച്ച് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യം വീണു. അപ്പോഴും പിടിച്ച് നീപ്പിച്ചു ഇയാൾ വന്നിട്ട്. 3ാമത്തെ വട്ടം വീഴാൻ വേണ്ടി പോയപ്പോൾ വേഗം കോരിനെടുത്തിട്ട്, ഈ വയസ്സനോട് കോരിയെടുത്തിട്ട് പള്ളിയിൽ കണ്ടെത്തിച്ചു. അങ്ങനെ പള്ളിക്ക് എത്തിയത് മാത്രമല്ല, സുബഹിസ്കാരത്തിൻ്റെ സമയമല്ല, സുബഹിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പള്ളിയിൽ ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ തസ്ബീമാലൊക്കെ പിടിച്ച് നീളം കമീസൊക്കെ ഇട്ടിട്ട് വരുന്ന ഈ ആളവിടെ പള്ളിയിൽ ഭാഗത്ത് മൂലക്കെ ഇരിക്കുന്നുണ്ട്. മൂപ്പർക്ക് ജമാഅത്തൊന്നുമില്ല. അങ്ങനെ വയസ്സായ മനുഷ്യൻ ജമാഅത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരാണ് ഇപ്പം എന്നെ ഇവിടേക്ക് എത്തിച്ച ആള്, ഒന്ന് പരിചയപ്പെടാതിരിക്കണം, മോശമല്ലേ? അപ്പോൾ മൂപ്പര മൂലയിലിരിക്കുന്നുണ്ട്. ആരാണ് നിങ്ങൾ ചോദിച്ചു. ഞാൻ 1ാമത് വീഴാൻ പോയ സമയത്ത് നിങ്ങളെന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചിട്ട് എന്നെ വീണ്ടും പറഞ്ഞയച്ചു. 2ാമത് ഞാൻ വീഴാൻ പോയപ്പോൾ നിങ്ങളെന്നെ സംരക്ഷിച്ചു. 3ാമത്തെ വട്ടം വീഴാൻ പോയപ്പോൾ എന്നെ കോരിയെടുത്ത് പള്ളിയിലെത്തിച്ചു. ഇങ്ങനെ ഉപകാരം ചെയ്ത ആളങ്ങൾ ആരാണ് എന്ന വയസ്സായ മനുഷ്യൻ, ബനു ഇസ്രായേൽപ്പെട്ട ഒരു ആബിദായ ഇബാദത്തെടുക്കുന്ന മനുഷ്യനായിരുന്നു, വയസ്സനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയണ, ഞാൻ സാക്ഷാൽ ഇബ്ലീസാണ്. അപ്പോൾ വയസ്സായ മനുഷ്യൻ പറഞ്ഞു, ഇബ്ലീസ് നല്ല കാര്യമൊന്നും ചെയ്യലില്ലല്ലോ എന്ന്. അപ്പം ഞാൻ നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ? എന്നെ ഇവിടേക്ക് കോരിയെടുത്തിട്ട് എന്നെ ഇവിടെ കൊടുന്ന് ആക്കിയത് നല്ല കാര്യം തന്നെയല്ലേ? ആ സമയം ഇബ്ലീസുൽ ലഈൻ പറയുകയാണ്, അല്ല, നിങ്ങൾ 1ാമതായി വീഴാൻ പോയ സമയത്ത് ഞാൻ നിങ്ങളെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടു.
നിങ്ങൾ ഒന്നാമതായി വീണില്ലേ, അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. രണ്ടാമത്തെ പ്രാവശ്യം വീണ സമയത്ത് നിങ്ങളുടെ നാട്ടുകാരുടെ ദോഷം അല്ലാഹു പുറത്തു തന്നു. ഇനി മൂന്നാമതും നിങ്ങൾ വീഴുകയാണെങ്കിൽ ലോക മുസ്ലിങ്ങളുടെ പാപം അല്ലാഹു പൊറുക്കും. അതുകൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഞങ്ങളെ വേഗം കോരിയെടുത്തിട്ട് പള്ളിക്കെത്തിച്ചത്. ഇപ്പം ഞാൻ നല്ല കാര്യം ചെയ്തിക്കണം അല്ല. അപ്പോൾ ഇബ്ലീസ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ശ്രദ്ധയിൽ നമുക്ക് തോന്നും നല്ല കാര്യമാണ്. പക്ഷെ അല്ല, ഇബ്ലീസ് അതിൻ്റെ വലിയ മൂത്താപ്പയാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അബൂജഹലും സംഘവും ബദറിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന സമയത്ത് ഇനി ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയ അബൂജഹലും സൈന്യവും സ്ഥലം വിടാൻ വേണ്ടി പുറപ്പെടുകയാണ് പടക്കളത്തുനിന്ന്. അപ്പോഴാണ് ഇബ്ലീസ് സുറാഖത്ത് ബിൻ മാലിക് എന്നുള്ള രാജാവുണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ രൂപം മാറി വന്നിട്ട് അബൂജഹലിനെ അങ്ങോട്ട് പിടിച്ചു. അല്ല, എവിടേക്കാ കുട്ടിയച്ച് പോണു ചോദിച്ചു. ആകങ്ങൾ 1000-ഓളം വരുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല വേറെ കേവലം 300-ഓളം വരുന്ന ആൾക്കാരെ മുഹമ്മദിനെയും സൈന്യത്തിനെയും എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു. നമുക്ക് മുഹമ്മദിനൊരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ വേഷത്തിൽ വന്ന ഇബ്ലീസ് അബൂജഹലിൻ്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് പടക്കളത്തിലൂടെ. ആ സമയത്താണ് പെട്ടെന്ന് ഇബ്ലീസ് അബൂജഹലിൻ്റെ കയ്യും ഇങ്ങോട്ട് വിട്ടിട്ട് ഓടാൻ വേണ്ടി തുനിയാണ്. ഈ സമയത്ത് അബൂജഹൽ ഡാ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ട് നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ച് കൈ ഇങ്ങോട്ട് മുറുകെ പിടിച്ചു. ആ സമയം ഇബ്ലീസ് എന്താണ് ചെയ്തത്? ഒരൊറ്റ കുത്തായിരുന്നു അബൂജഹലിനെ. കൈ ഇങ്ങോട്ട് വിടടാന്നും പറഞ്ഞിട്ട്, അങ്ങനെ ഇനി സഹിക്കാനും കഴിയില്ല. ഇതുവരെ നിന്നെ ഞാനിവിടെ യുദ്ധക്കളത്തിൽ സഹായിച്ചു, പക്ഷേ ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് അല്ല ഇതിനൊരൊറ്റ വോട്ടായിരുന്നു. കാരണം എന്താ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹാബത്തിന് ഊർജം കിട്ടാൻ വേണ്ടി. ആ സമയത്താണ് അല്ലാഹു റബ്ബുൽ ഇസ്സ മലക്കുകളെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കീഴിലും മലക്കുകളെ ഇറക്കണം ബദറിലേക്ക്. ആ രംഗം ഇബ്ലീസ് കാണുമല്ലോ. ഇബ്ലീസ് ഓലപ്പം കുറച്ച് കാലം നടന്നതല്ലേ. അങ്ങനെ ഈ സമയത്ത് അബൂജഹലിൻ്റെ നെഞ്ഞത്തേക്ക് ഒരൊറ്റ കൂത്ത് ഇടിയാണ്ട് വെച്ചു കൊടുത്തിട്ട് ഇബ്ലീസ് അതാ ഒരൊറ്റ പോക്കാണ് പോയി. ഏതായാലും ഈ സമയം അബൂജഹൽ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം ഇത്രയും രക്ഷകനായി വന്ന സുറാഖത്തിൻ്റെ വേഷത്തിൽ വന്ന ഇബ്ലീസ് സ്ഥലം വിട്ടുക്കണു. ഈ സമയം അള്ളാഹിൻ്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, അള്ളാഹുവിൻ്റെ സഹായം നമ്മളിൽ ഇറങ്ങിയിരിക്കുന്നു. മലായിക്കത്തുകൾ സഫ് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും സഫ് ശരിപ്പെടുത്തുക എന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ ഫലമായി വാനലോകത്തു നിന്നും അതാ ബദറിലേക്ക് മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സംഭവ വികാസങ്ങൾ മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ. ഹൈസുമാം പാടി മുമ്പിൽ ഇറങ്ങും ജിബ്രീലൊരു സാവർ മലായിക തതും അന്നേ. അതിൽ പിന്നെ മീകായിലും വരവായേ അൽഫ് മലായികത്താവിടത്തിൽ നിറവായേ. പാട് ഇലാഹിൻ്റെ അമർ പോലെ ഇറങ്ങുന്നേ കുഫറിൽ പടവെട്ടാനുവാദം ലഭിച്ചേ. പടവെട്ടി പരിചയം അതും ഇല്ല നാസിൽ ആദീനാലയമേയെന്ത് ചെയ്വാനേ. പാട് നബിയോട് മാറുത്തുള്ള കവാഫീറിൽ വേഗം പീരടിക്ക് മുകളിലായി മറുപാനേ. അതെ, ഹൈസും എന്ന കുതിരപ്പുറത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ
1000-ഓളം വരുന്ന മലായിക്കത്തും മീകായിൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ 1000 മലക്കുകളും ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ കീഴിൽ 1000-ഓളം വരുന്ന മലായിക്കത്തും എൻ്റെ ഹബീബിനോട് എതിരിട്ട മക്കാ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയപ്പോൾ ബദറിലേക്ക് ഇറങ്ങുകയാണ്. യുദ്ധത്തിന് കൽപ്പന വന്നപ്പോൾ മലക്കുകൾ ചോദിച്ചു, മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി യുദ്ധം ചെയ്ത് പ്രാക്ടീസ് ഞങ്ങൾക്കില്ല റബ്ബേ, അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളെ ആ വണ്ണം കുറഞ്ഞൊരു ഭാഗമുണ്ട്, പിരടിക്ക് മുകളിലായിട്ടാണ് വെട്ടിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ണം കുറഞ്ഞ ഭാഗത്ത് അങ്ങോട്ട് വെട്ടാൻ പറഞ്ഞു. ഫളിരിബൂ ഫൗക്കൽ അനാഖ്. അങ്ങനെ മലക്കുകൾ ഇറങ്ങണ സമയത്ത് ബദറിൽ നല്ല തണുത്തൊരു കാറ്റടിച്ച് വീശി എന്നാണ് പറയണത്. ആ കാറ്റ് അവരെ അങ്ങ് തലോടിയ സമയം സഹാബത്തിൻ്റെ ആവേശം വർദ്ധിക്കുകയാണ്. സഹാബത്ത് മക്ക കുഫാറുകളോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സഹാബത്ത് മക്ക കുഫാറുകളെ ലക്ഷ്യമാക്കി വാളങ്ങോട്ട് ഉയർത്തുമ്പോഴേക്കും അവരുടെ തലകൾ ഇങ്ങനെ തെറിച്ചു വീഴുകയാണ്. ഇതെന്താ സംഭവം? ഇതെന്താണ് അത്ഭുതം? മലായിക്കത്ത് യുദ്ധം തുടങ്ങി എന്നതിൻ്റെ സൂചനയായിരുന്നു അത്. ബദരീങ്ങളിൽപ്പെട്ട മഹാൻ സുഹൈൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങളുടെ വെട്ടും മലക്കുകളെ വെട്ടും അത് 2 വിധത്തിലായിരുന്നു, അത് 2 തരത്തിലായിരുന്നു. മലക്കുകളുടെ വെട്ടുകൊണ്ട സ്ഥലത്ത് ഒരു കറുത്ത പാട് ഇങ്ങനെ കാണാമായിരുന്നു എന്നാണ്. ഏതായാലും ബദറിൻ്റെ രണാങ്കണത്തിൽ ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുമ്പിലേക്ക് മക്ക കുഫാറുകളുടെ തലവനായ അബൂജഹൽ പാഞ്ഞെടുത്തത്. ഈ സമയം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അടുത്ത് മാതിലായി എതിരിട്ടംന്ന് ഊക്കിൽ ഇരുപേരും പൊരുതിടുന്ന് നാദം മുഴക്കി ഞാൻ ഒരു വെട്ടംന്ന് കൊടുത്ത് ഈ ജഹലിലായി അതും കൊണ്ടന്ന് ആണി തന്നിലായി മറഞ്ഞിടുന്ന് ആണി തന്നിലായി ഓടി മറഞ്ഞിടുന്ന് കണ്ട് ഈ ഖരീമ അടുത്തിടുന്ന് വെട്ടി മാതിൻ്റെ ഉനുക്കിലന്ന് ശിരവും അത് തൂങ്ങി കിടന്നിടുന്ന് ശിരവും പിടിച്ചതാണഞ്ഞിടുന്നേ ത്വാഹ ഹളറത്തിൽ അടുത്തിടുന്നേ മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുമ്പിലേക്ക് പാഞ്ഞെടുത്ത അബുൽ ഹക്കം അഥവാ അബൂജഹൽ മുആദും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ബദറിൻ്റെ രണാങ്കണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടിനാദത്തിന് തുല്യമായൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അബൂജഹലിനെ ലക്ഷ്യമാക്കിയൊരു വെട്ടാനായിരുന്നു. പക്ഷേ ആ വെട്ടിൽ അബുൽ ഹക്കം അങ്ങ് മാറിയപ്പോൾ ആ വെട്ട് അബൂജഹലിൻ്റെ കാൽ തുടക്കാണ് കൊണ്ടത്. വേദന കൊണ്ട് പിളഞ്ഞ അബൂജഹൽ അണികളുടെ ഇടയിലേക്ക് ഓടിമറഞ്ഞു എന്ന് മാത്രമല്ല, ഇതെല്ലാം കണ്ടുകൊണ്ട് അബൂജഹലിൻ്റെ പുത്രൻ പിൽക്കാലത്ത് മുസ്ലിമായി മഹാനായ ഇക്കരിമ റളിയല്ലാഹു തആല അൻഹു അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ബദറിൽ അദ്ദേഹം മുസ്ലിമായിട്ടില്ല. ഓടി വന്നുകൊണ്ട് മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കഴുത്തിനെ ലക്ഷ്യമാക്കിയൊരു വെട്ടായിരുന്നു. വാപ്പയുടെ കാലിന് വെട്ടിപ്പരിക്കേൽപ്പിച്ച അഥവാ അബൂജഹലിൻ്റെ കാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പെട്ടെന്ന് ബേക്കിൽ നിന്നും അതാ അബൂജഹലിൻ്റെ പുത്രൻ ഇക്കരിമ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് മുസ്ലിമായി. ഓടി വന്നുകൊണ്ട് മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി അതാ കൊടുക്കുന്നു ഒരു വെട്ട്. ആ വെട്ട് കുറിക്കുകൊണ്ടു എന്ന് മാത്രമല്ല, വെട്ടുകൊണ്ട് പറിഞ്ഞു തൂങ്ങിയ ശിരസ്സുമായി ആ തലയുമായി ഉടനെ തന്നെ മുആദ് റളിയല്ലാഹു അൻഹു അതാ ഇലാ ഹളറത്തി റസൂലില്ലാഹ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹളറത്തിലേക്ക് വരികയാണ്. രംഗം മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ. ത്വാ നബി തങ്ങൾ
ഉമനീരാലേ നേരെ നിറുത്തിയേ ശിരസം നാളെ കൂടി മാതിൻ്റെ മുറിയും വന്ന് ഏറ്റം ഭീലം ഏറി ശിരസും വന്ന് ഏറ്റം സുറൂറായ ഫത്ഹ് നാളിൽ ഇസ്ലാം ആദ്യം പുൽകി ഇക്കരിമയും സബബും മദീനുണ്ട് അറിഞ്ഞോ ചൊങ്കിൽ ഈത്തപ്പഴം തന്നിൽ നസീഹത്തൊന്നിൽ കണ്ട് ഇക്രിമ അജബാലന്നേ ചൊല്ലി ഷഹാദത്തും സുറൂറായന്നേ കഥമാറിടൈറാവി സഹബും വന്ന് ജഹ്ലേ തിരഞ്ഞവർ നടന്നിടുന്ന്. അങ്ങനെ മുറിഞ്ഞു തൂങ്ങിയ ആ കഴുത്തുമായി ശിരസ്സുമായി അള്ളാൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് വരികയാണ് എന്ന് മാത്രമല്ല, ഉടനെ തന്നെ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് ശറഫാക്കപ്പെട്ട ഉമനീരെടുത്തുകൊണ്ട് ഉടലിൽ ചേർത്ത് വെച്ച് അങ്ങ് തടകിയ സമയത്ത് സുബ്ഹാനല്ലാഹ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കഴുത്തിന് ബലം വന്നു പോകുകയാണ്. ഏതായാലും മഹാനായ മുആദ് റളിയല്ലാഹു തആലാനുവിനെ വെട്ടിയ ഇക്രിമ റളിയല്ലാഹു തആലാനു പിൽക്കാലത്ത് മുസ്ലിമായി എന്ന് മാത്രമല്ല, ഷാം യുദ്ധത്തിലൊക്കെ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ വിവരിക്കൽ അതീതമാണ്. അത്രക്കും നല്ല സേവനങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പടപൊരുതി ഷാം യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദായത്. ഏതായാലും ഒരു ദിവസം മഹാനായിരിക്കുന്ന ഇക്രിമ റളിയല്ലാഹു ഒരു യുദ്ധം കഴിഞ്ഞു വരുന്ന സമയത്താണ്. ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ഈത്തപ്പനയുടെ ചോട്ടിലങ്ങിരിക്കുകയാണ്, വിശ്രമിക്കുകയാണ്. ഈ സമയം മരത്തിൽ നിന്നും അതോ ഒരു ഈത്തപ്പഴം താഴോട്ട് വീഴുകയാണ്. യുദ്ധം കഴിഞ്ഞ് മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു, അതായത് അബൂജഹലിൻ്റെ പുത്രൻ, ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈത്തപ്പഴം പെട്ടെന്ന് മരത്തുനിന്ന് താഴോട്ട് വീണത്. ആ ഈത്തപ്പഴം പൊളിച്ചു നോക്കിയപ്പോൾ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കരിമ തീരുമാനിച്ചു, ഇപ്പോൾ വീണ ഈ ഈത്തപ്പഴത്തിൽ ആരും അത് എഴുതി വെക്കൂല. എന്തായാലും അത് മുമ്പ് ഞാൻ ആ വഴിയിലൂടെ വരുമ്പോൾ എനിക്ക് കിട്ടിയതാണെങ്കിൽ അത് ആരെങ്കിലും എഴുതി വെച്ചതാന്ന് പറയാം. ഇതിപ്പോൾ ഞാനിതിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ നേരിട്ട് ഇങ്ങോട്ട് വീണതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതങ്ങട്ട് കണ്ടെത്ത് മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അതാണ് വൈദ്യര് പറയുന്നത്. തരമേ ഇഞ്ചിയിൽ നസിഹത്തെ സിയ ഇക്രിമത്ത് ബിൻ അബ്ജഹൽ ഫത്ഹ് മക്ക നാൾ മുസ്ലിമാകിടൈ റളിയല്ലാഹു അൻഹും സദദമേ. തരമേ ഇഞ്ചിയിൽ നസിഹത്തെ സിയ. അപ്പം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഈന്തപ്പനയുടെ ഈ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ ഇതാരും എഴുതി വെക്കാൻ സാധ്യതയില്ലല്ലോ. ഉടനെ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് വന്നുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി പോയി. അപ്പോൾ സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം, അങ്ങനെ മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല പരിശുദ്ധമായ ദീനിന് വേണ്ടി അഥവാ ഷാം യുദ്ധത്തിലൊക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ട് യർമൂക്കിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഷഹീദാകുകയാണ്. ഏതായാലും ബദറിൻ്റെ പടക്കളമൊക്കെ ഒന്ന് ശാന്തമായപ്പോൾ ഹബീബായ നബിയും സഹാബത്തും പടക്കളത്തിൽ ഷഹീദായവരെയൊക്കെ മറ്റ് വിവരങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ കൊല്ലപ്പെട്ടു. അതോ എങ്കിൽ ശവശരീരം എവിടെ? പടക്കളം മുഴുവൻ അരിച്ചു പൊറുക്കുകയാണ്. അബൂജഹലിനെ കുറിച്ച് ഒരു വിവരവും കിട്ടാനില്ല, ഒരു വിവരവും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമയം സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയുമോ? നബിയെ, ഞാനൊന്ന് പോയോക്കട്ടെ. അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും അവിടെ തിരഞ്ഞു നോക്കിയപ്പോൾ കണ്ടു.
പക്ഷെ അബൂജഹലിൻ്റെ ജഡം, അബൂജഹലിൻ്റെ ശവം മാത്രം കാണാനില്ല. അങ്ങനെ മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു പരിസരമൊക്കെ അരിച്ചു പൊറുക്കുകയാണ്. ഈ സമയത്തതാ മീകായിൽ അലി ഇസ്ലാമിൻ്റെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് അഴക്കനുക്കുൽ പർവ്വതത്തിൻ്റെ ചെരുവിൽ ഒരു കുറ്റിക്കാട്ടിൽ എഴുന്നേൽക്കാൻ കഴിയാതെ യഥാ ചത്ത ശവം പോലെ കിടക്കുന്നത് പോലെ അബുൽ ഹക്കം കിടക്കുന്ന രംഗമാണ് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു കണ്ടത്. അബൂജഹലിൻ്റെ ശരീരം ഉടനെ തന്നെ മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൈവശമുണ്ടായിരുന്ന വാള് കൊണ്ട് ഇങ്ങോട്ട് കോരിയിട്ട് ഇങ്ങോട്ട് മലത്തി ഇങ്ങോട്ട് ഇട്ടു കൊന്ന് കിടക്കുകയാണ്. മീകായിലിൻ്റെ കുത്തിട്ട് കിട്ടിയിട്ടേ മറിച്ചിട്ടു. അപ്പം മറിച്ചിടും പോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്നിട്ട് നെഞ്ചിലവിടെ കയറി കുത്തിരുന്നു. അതിൽ കുത്തിരുന്നപ്പോൾ എൻ്റെ ജീവൻ പോയിട്ടില്ല. മീകായിലിൻ്റെ കുത്തല്ലേ കിട്ടിക്കണത്. അതുകൊണ്ട് പിന്നെ ദൂരത്തെ അഴക്കനുക്കുൽ പർവ്വതത്തിൻ്റെ ഒരു കുറ്റിക്കാട്ടിൽ തെറിച്ച് വീണതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അബൂജഹലിൻ്റെ നെഞ്ഞത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങോട്ട് കയറിയിരുന്നു എന്ന് മാത്രമല്ല, ആ സമയം അതാ കണ്ണു തുറിച്ചുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളുടെ മുഖത്തേക്ക് അബൂജഹലിനൊരു നോട്ടമായിരുന്നു. ഈ സമയം മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ് അബൂജഹലിനോട്, എന്ത് കേളട അബൂജഹലിലെ കേളട കൊടിയെ കേട കേളട ചടയ മുട കേളട തുടി തുടിക്കും പകയ കടുകടുക്കും പകയ ജഹിലേ കേളട ചളിച്ചകത്ത പോലെ മളിക്കിടപ്പവനെ ചളും യാതുവല്ല നാളും അഹ്സാക്കല്ല തളിക്കിടപ്പിലുടൻ കീളെ മറിത്തിടുമ്പോൾ തുളിന്ത് തൊളുതിടുന്നു എളമ്പ് കടുകടുവ അബൂജഹൽ ചൊല്ലാം ഇബ്നു മസ്ഊദ് അവരോട് മെല്ല കേളട കേളട അബൂജഹലെ കേളട കൊടിയെ കെട കേളട ചടയ മുട കേളട. നെഞ്ഞത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കയറിയിരുന്നിരിക്കുകയാണ്. അബൂജഹലിൻ്റെ നെഞ്ചിൽ കയറിയിരുന്നു കൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എടപ്പഹയ, ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കലാണ്, മുഹമ്മദിൻ്റെ അടുക്കലാണ് സത്യം എന്ന് ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ആ മുഹമ്മദിൽ വിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹായം കണക്കുണ്ടാവൂലേ? മാത്രമല്ല മുഹമ്മദിൻ്റെ മതമാണ് സത്യപ്രസ്ഥാനം എന്നതിന് തെളിവായി ഒരുപാട് അമാനുഷികതകൾ കണക്ക് കാണിച്ചു തന്നില്ല. ചന്ദ്രൻ പിളർത്തിയത്, മാനിന് രക്ഷകനായത്, പൂച്ചയെ മീൻ തിന്നത്, സാധാരണ നേരെ അലങ്ങാ ചെയ്യരുത്, പൂച്ചയെ മീൻ തിന്നു, മരങ്ങളും കല്ലുകളും സംസാരിച്ചത്, അങ്ങനെ ഒട്ടനവധി മുഅ്ജിസത്തുകൾ അള്ളാഹിൻ്റെ റസൂൽ എൻ്റെ മുമ്പിലല്ലേ കാണിച്ചടപ്പഹയ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. ഈ സമയം അബൂജഹൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് പറയണം, അല്ല എൻ്റെ വയറിലവിടെ നിൽക്കട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് എന്നോട്, കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അബൂജഹൽ ചോദിക്കുകയാണ്, എന്ത് പടയിൽ ജയമാർക്കുന്നൂരെ കൂവൊന്ന് പറയൂ മസ്ഊദേ ഇവനിലൊന്ന് കേട്ട് മസ്ഊദും മുരത്തിടുന്ന് വിജയം ബഹുമാന നേപിക്കാം എന്ന് വീണ്ടും ഒരു ചോദ്യം തൊടുത്തിടുന്ന് പടയിൽ പുതുതായി ഇറങ്ങിടുന്നേ ആരം നുരത്ത പുള്ളി വരും ചൊന്ന് ഭിണ്ട് മലായികത്തവരാം എന്ന് എല്ലാം ശ്രവിത്തവൻ അരുളിടുന്നേ കരയാൻ സബബതും തിരക്കിടുന്നേ ആരാ മുഹമ്മദിൽ എതിർത്തിടാനേ ഓർത്ത് കരഞ്ഞതാം ഇവനിന്നാളെ വേഗം എന്നെ കഴുത്തറുത്തിട് നീ വിവരം അത് കൊല്ലും വിരുത്തിട് നീ. അപ്പോൾ അബൂജഹൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കണം, അല്ല ഒന്നാമതായിട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പടയിൽ ആർക്കാണ് ജയം കിട്ടിയത് എന്നാണ് ചോദിച്ചു. ആ സമയം മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, അത് മുഹമ്മദിന് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം അബൂജഹൽ ചോദിക്കണം, അല്ല ആരാണ് ഈ യുദ്ധം നടക്കുന്ന സമയത്ത്
കുറച്ച് പരിചയമില്ലാത്ത ആളുകൾ ഇറങ്ങി വന്നിരുന്നല്ലോ. ആ സമയം മഹാനായ ഇബ്നു മസ്ഊദ് അബൂജാഹിലിനോട് പറയുകയാണത് മുഹമ്മദിനെ സഹായിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സ മലക്കുകളെ ഇറക്കിയതാണട പഹയാ. ഈ സമയം അബൂജാഹിൽ പറയണേ അവസാന വാക്കിൽ, അപ്പോൾ പിന്നെ പട ജയിച്ചത് ഞങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ ജയം കിട്ടിയത് മലക്കുകൾ ഇറങ്ങിയിട്ടല്ലേ, മലക്കുകൾ ഇറങ്ങിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ജയം കിട്ടിയത്, പട ജയിച്ചിക്കണേ ഞങ്ങൾ തന്നെയാണ് എന്ന് അബൂജാഹിൽ പറയാം. പക്ഷേ എനിക്കൊരു സങ്കടമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അബുൽ ഹക്കം പറയുകയാണ്, അബൂജാഹിൽ പറയുകയാണ്, നിങ്ങളിൽ പ്രധാനികളെ വകവരുത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് അബൂജാഹിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സമയം എന്തിനാണ് ഈ കരയണതെന്ന് ചോദിച്ചു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പറയാണ്, ഇനി ഞാൻ ചെയ്തിരുന്നത് പോലെ മുഹമ്മദിനെതിരിൽ അക്രമം അയച്ചുവിടാനും മുഹമ്മദിനെ ശല്യം ചെയ്യാനും പറ്റിയ ഒരാളും എൻ്റെ കാലശേഷമില്ലല്ലോ എന്നാലോചിച്ചാണ് ഞാൻ കരയുന്നത്. എന്നിട്ട് അബൂജാഹിൽ പറയുകയാണ്, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുവായിരിക്കുന്ന അബൂജാഹിൽ ഇബ്നു മസ്ഊദിനോട് ഒരു കാര്യം പറയണം. എന്താ അറിയോ, ഇതൊരു കാര്യം ചെയ്യും, എൻ്റെ വാളവിടെ വെക്ക്, എൻ്റെ വാളിതാ കിടക്കുന്ന കാട്ടിലിൻ്റെ അടുത്ത്. അപ്പോൾ മുയ്ക്കായിൻ്റെ കുത്ത് കിട്ടിയപ്പോൾ ആ വാള് ഇവിടെ വീണ് ചോർമുണ്ട്, ഇവിടെ ഉണ്ടോ തപ്പിയൊക്കെ അവിടെ. അപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് നോക്കിയപ്പോൾ ശരിയാണ്, അബൂജാഹിലിൻ്റെ വിഷത്തിലൂട്ടിയ ആ വാളുണ്ട് അവിടെ. ഇനി ആ വാളെടുത്തിട്ട് എൻ്റെ വാളിന് മൂർച്ച ഉണ്ടാവില്ല, എൻ്റെ വാളിട്ട് എൻ്റെ തലയാണ് മുറിച്ചാറ്. പക്ഷെ മുറിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇബ്നു മസ്ഊദേ, തല ഒന്ന് നീട്ടിപ്പിടിച്ചു, കൗത്തൊന്നും കൂടി വലിച്ച് നീട്ടിപ്പിടിച്ചിട്ട് മുറിച്ചു പറഞ്ഞു. എൻ്റെ തല കണ്ടിട്ട് മുഹമ്മദ് ഒന്ന് പേടിച്ചട്ടേ പറഞ്ഞു. ഇതിങ്ങട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതാ അബൂജഹലിൻ്റെ ശിരസദാ അറുക്കുകയാണ്. അറുക്കുന്നതിന് മുമ്പ് അബൂജാഹിൽ ഒരു വാക്കും കൂടി ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, ഇത് എൻ്റെ മുഹമ്മദിന് എൻ്റെ തല നീ സമർപ്പിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഹമ്മദിനോട് പറയണം കേട്ടോ. ഉടനെ തന്നെ ശത്രുവായ അബൂജാഹിലിൻ്റെ ശിരസ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതാ മുറിച്ചെടുത്തിരിക്കുകയാണ്. രംഗം മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. ആണേ ആദുവാക്കൽ കാരശംറസ ആറുത്ത് ഇബ്നു മസ്ഊദ് എടുത്താറംസ ചേന കളം വിട്ടങ്ങവർ നടന്താർ സിംഹർ നബിയാര് തിരുമുൻപന്താർ ഞാൻ കരുവരിൽ ബിരുത്തി സദാ നബിയെ ജഹിൽ തൻ്റെ സംഹാദ താനോൻ പുകൾ തോന്നിൽ ചമറിഞ്ചേതി സർവം വിവരമ്പോൾ തിരിത്തങ്ങോതി ഒതൽ ചൂഷത്ത് നീ പവർ സാഹബ ഓർത്തിട്ടോരൈ എല്ലാവരും മർഹബ. അങ്ങനെ നബിയേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അബൂജഹലിൻ്റെ മുറിച്ചെടുത്ത ശിരസ്സുമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലെത്തിയെന്ന് മാത്രമല്ല, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അബൂജാഹിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ പെട്ടെന്നതായി ഇത് കേട്ടു നിന്ന സഹാബത്ത് അത്ഭുതം കൂറുകയാണ്. കാരണം ജഹല് അവസാനമായി പറഞ്ഞത് എൻ്റെ തല മുഹമ്മദ് കണ്ടിട്ട് പേടിക്കട്ടെ. ഈ വർത്തമാനങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയണമെന്നും കൂടിയായിരുന്നു അവൻ പറഞ്ഞത്. മാത്രമല്ല, ദുഷ്ടനിൽ ദുഷ്ടനായ കിബറനായ അബുൽ ഹക്കമടക്കം 70 ആളുകൾ ബദറിൽ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ 70ഓളം പേരെ തടവിൽ പിടിക്കുകയും തടവിൽ പിടിച്ചവരെ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഫിദിയ മേടിച്ച് വിട്ടയക്കുകയാണ് ഉണ്ടായത്. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും 14 ആളുകളാണ് ഷഹീദായത്. 6 മുഹാജിറുകളും 8 അൻസാരികളും ഷഹീദായി എന്ന് മാത്രമല്ല, അവരിലെല്ലാം അല്ലാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകട്ടെ എന്ന് മഹാനായ മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുകയാണ്. സുപ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശത്രുവായ ഫറോവയത മുങ്ങിച്ചാകാൻ സമയത്തെങ്കിലും പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ മൂസയെ കൊണ്ട് വിശ്വസിക്കാം. പക്ഷേ ഇവിടെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുവായ മഹാനായ ദുഷ്ടനായ അബൂജാഹിൽ പറഞ്ഞത് എൻ്റെ തല കണ്ട് മുഹമ്മദ് പേടിക്കട്ടെ എന്നായിരുന്നു. മാത്രമല്ല, എൻ്റെ കാലശേഷം മുഹമ്മദിനോട് ഏറ്റുമുട്ടാൻ, മുഹമ്മദിനെ ബുദ്ധിമുട്ടിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ്
ഞാൻ കരഞ്ഞുപോയത്. ഏതായാലും ബദർ യുദ്ധ ചരിത്ര കഥാപ്രസംഗം ഇതാ 12ാമത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് 8ഉം 10ഉം ദിവസമൊക്കെ ഞങ്ങൾ മുമ്പ് കാടിപ്പറഞ്ഞിരുന്ന ചരിത്ര കഥയാണ്. പക്ഷേ ഇപ്പോൾ ഇത് ചെറിയ 12 എപ്പിസോഡുകളിലായി ഇവിടെ അവസാനിപ്പിക്കാൻ കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഒന്നിനും സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും ആളുകളെ അഭിപ്രായം മാനിച്ചുകൊണ്ടും കമൻറ്റുകളിലൊക്കെ നീട്ടിപ്പരത്തി പറയണത് എന്താണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അഭിപ്രായം പറയലുണ്ട്. പക്ഷേ നീട്ടിപ്പരത്തി പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുള്ളൂ. പക്ഷേ എന്നാലും അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിക്കൊണ്ട് ഈ ബദർ യുദ്ധ ചരിത്ര കഥാപ്രസംഗം 12 എപ്പിസോഡുകളിലായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സ നാം പാടിയതും പറഞ്ഞതുമൊക്കെ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ബദരീങ്ങളുടെ ഹക്കുകൊണ്ട്, സഹാബുൽ ബദരീങ്ങളുടെ ഹക്കുകൊണ്ട് അള്ളാഹു ഇരുലോകത്തും അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു റബ്ബി നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ബദർ പടപ്പാട്ട് മഹാകവി മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യരാൽ വിരചിതമായി ബദർ പടപ്പാട്ട് ഇവിടെ ഉപസംഹരിക്കുകയാണ്. അർഹമുർ റഹീമായ റബ്ബ് വൈദ്യരുടെ ഹക്കുകൊണ്ടും അതുപോലെ തന്നെ ബദരീങ്ങളുടെ ഹക്കുകൊണ്ടും 2 ലോകത്തും നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.